ബി.ജെ.പിയുടെ മുൻ കൗൺസിലറാണ്. എന്താ പേര് മനോഹരൻ. നല്ല പേര്. UDF-നോടാണ് ആദ്യം ചോദ്യം. UDF-നോടും LDF-നോടും ഒക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇന്നല്ല കേരളത്തിന്റെ സാമ്പത്തിക സ്റ്റേജ് മോശമാണ് എന്നുള്ളതാണ് UDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി കേരളത്തില് സാമ്പത്തിക മാറ്റം ഉണ്ടാക്കുന്ന രീതി എന്താണ്? നിങ്ങളുടെ ഐഡിയ എന്താ? ഒരു 10 കാര്യം പറയും. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ബി.ജെ.പിക്കാരൻ തന്നെ ചോദിച്ചത് നന്നായി. ബി.ജെ.പിയുടെ പ്രതിനിധി അവസാനം സംസാരിച്ചത് കോൺഗ്രസിന്റെ കൈപ്പത്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിങ്ങൾ മനുഷ്യനോ മൃഗം. ബി.ജെ.പിയുടെ പ്രതിനിധി കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ചോദിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത പാർട്ടിയാണ് ബി.ജെ.പി. കാരണം കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനത്തോടും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടും കാണിക്കുന്ന ചിറ്റമ്മ നയത്തിന്റെ കൂടി ഭാഗമാണ് കേരളം അനുഭവിക്കുന്ന. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. ഇനി ഒന്നാമത്തെ ഞാൻ പറയട്ടെ ഇനി അതിൽ ഞങ്ങൾക്ക് CPM ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബി.ജെ.പി. സർക്കാർ കേരളത്തോട് എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്? എന്റെ മാനം കെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ഇയാൾ. ഇങ്ങനെ സാമ്പത്തികമായിട്ട് അടുത്ത 5 വർഷം നിങ്ങൾ ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പദ്ധതികൾ? അത് ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞേ. കിട്ടൂടാ, ഇപ്പൊ കിട്ടും. നിങ്ങൾ തരുന്ന പൈസ ആദ്യം കൃത്യമായിട്ട് തരണം. തന്നോ? ഇല്ലല്ലോ. നിൽക്ക്. ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. പട്ടിപ്പോയിടാ, പൊറുക്കാൻ പറ്റെങ്കിലും ഒന്ന് പൊറുക്ക. കേന്ദ്ര സർക്കാർ തരുന്ന പണം അല്ല. ഞാൻ പറയട്ടെ ഇനി നമുക്കെല്ലാം പറഞ്ഞു ഓരോരുത്തർക്കും ഞാൻ തയ്യാറല്ല. കേന്ദ്ര സർക്കാർ ഈ കേരളത്തിൽ ദുരിതമുണ്ടായപ്പോൾ, പ്രളയമുണ്ടായപ്പോൾ ഇങ്ങോട്ട് വിട്ട ഹെലികോപ്റ്ററിന്റെ വാടക വാങ്ങി, സൈന്യത്തിന്റെ വാടക വാങ്ങി, കൊടുത്ത അരിയുടെ പണം വരെ വാങ്ങി ഉളുപ്പില്ലാത്ത ബി.ജെ.പിക്കാരായിട്ട് ചോദ്യം ചോദിക്കും. എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ദ്രോഹം അല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട്? ജിൻഡോയോട് മാത്രമുള്ള ചോദ്യം. അവിടെ ഒരു വനിത ചോദ്യം മൈക്ക് കൊടുക്കും. പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് എനിക്ക് ചോദിക്കാനുള്ളത് UDF-നോടാണ്. പി രാഹുൽ മാങ്കൂട്ടം പോലുള്ള, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി പോലുള്ള, അല്ലെങ്കിൽ വിൻസൻ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട് പി ശശി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് UDF-ലെ ആളുകളെ എങ്ങനെയാണ് ഈ നാട്ടിലെ വനിതകൾ വോട്ട് ചെയ്യുക? ബിരിയാണിയും ചോറും എല്ലാം ഞാൻ ഒരുമിച്ച് തരാം കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംഘടനാപരമായി മാറ്റി നിർത്തി മത്സരിപ്പിക്കുന്നില്ല. എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നില്ല. പിന്നെ PK ശശിയുടെ കാര്യമാണെങ്കിൽ PK ശശി പീഡകനാണോ? വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ CPM-നോട് ചോദിക്കുന്ന ചോദ്യം, PK ശശി പീഡകനാണോ? എനിക്ക് പ്രശ്നം വയ്യ. എനിക്ക് PK ശശി പീഡകനാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ UDF പിൻവലിക്കും. PK ശശി പീഡകനാണെന്ന് LDF ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ പിൻവലിക്കും. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഈ ഒറ്റോരത്തർ എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യും. നിങ്ങൾ വനിതകൾക്കടക്കം പാർട്ടി ഓഫീസിൽ കയറി പോകാൻ പറ്റാത്ത രീതിയിൽ അശ്ലീല കേന്ദ്രമാക്കി, അനാശാസ്യ കേന്ദ്രമാക്കി എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരാ. നമ്മളൊരുമാതിരി പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. പീഡകനാണെങ്കിൽ ആ പീഡിപ്പിച്ച സഖാത്തിയെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റായി കേസ് കൊടുക്കണമേ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കുന്നപ്പള്ളിയുടെ വിഷയത്തിൽ ഇത്രയും ആശങ്കയുള്ളവർ ഗണേഷ് കുമാർ മത്സരിക്കുന്നുണ്ട്. ഗണേഷ് കുമാറിന് എത്ര കേസുണ്ട്? വയറ്റിപ്പഴപ്പണിയെ ഉപദ്രവിക്കരുത്. എല്ലാവരും കൂടി ഈ കുടുംബം കൊളാക്കുന്ന തോന്നണേ.